ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ തിങ്കളാഴ്ചയാണ്. ഇന്ന് നമുക്ക് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും കരുതിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ്. ഒരു വാചകം ഞാനിങ്ങനെ വായിക്കാം. അവൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാനും രക്ഷിക്കുവാനുമാണ്. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാനും അതിനെ രക്ഷിക്കുവാനുമാണ്. ഇവിടെ നാം കാണുന്നത് സക്കായിയുടെ ഭവനത്തിലേക്ക് വരുന്ന കർത്താവിനെയാണ്. നമുക്കറിയാം, സക്കായി ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അനാവശ്യമായി പിരിച്ച തുക കൊണ്ട് വലിയ സമ്പന്നനായി മാറിയ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടു. അവൻ്റെ മനസ്സിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ മാനസാന്തരമുളവാക്കി. ക്രിസ്തുവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു. കാട്ടത്തിയിൽ കയറിയിരുന്നു. അതിലെ കർത്താവ് ചെന്ന് അവനെ കണ്ട്, ഇറങ്ങി വരിക, നിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സക്കായിയുടെ ഭവനത്തിൽ വന്ന് താമസിക്കുമ്പോൾ അവന് വിമർശിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. ഇവൻ ഇങ്ങനെയുള്ളൊരു അടുത്താണല്ലോ പോയത്, ചുങ്കക്കാരുടെയും പാപികളുടെ അടുക്കലാണോ ഇവൻ പോകുന്നതെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഫരിസേരെയും സദൂക്യരെയുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടുള്ള ആവശ്യം. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന കർത്താവ്, ഈ നഷ്ടപ്പെട്ടു പോയവൻ്റെ അടുക്കൽ കർത്താവ് കടന്നു വന്നപ്പോൾ ഇവിടെ നാം കാണുന്നത് അവൻ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നതാണ്. സക്കായി പറയുകയാണ്, കർത്താവ്, ഇതാ എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അപഹരിച്ചിട്ടുള്ള 1-ന് 4 വീതം തിരികെ കൊടുക്കുകയും ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, വസ്തുക്കളിൽ പകുതി കൊടുത്തു, അതിനുശേഷം പിന്നെ പകുതിയേ ഉള്ളൂ. സമ്പാദിച്ചിട്ടുള്ള പലതും നേരെ പാട്ട് സമ്പാദിച്ചിട്ടുള്ളതല്ല. ഞാൻ അപഹരിച്ചിട്ടുള്ളത് 1-ന് 4 വീതം തിരികെ കൊടുക്കുന്നു. അപ്പം പിന്നെ അവനൊന്നുമില്ല. അവൻ സമ്പാദിച്ച സകലതും അവൻ ദരിദ്രർക്ക് വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചു അങ്ങോട്ട് തിരികെ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നാം സകലതും ത്യജിക്കാൻ തയ്യാറാകും. അനീതിയായി സമ്പാദിച്ചതൊന്നും നമുക്ക് വേണ്ട. അനാവശ്യമായ യാതൊന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുകയില്ല. കർത്താവിനെ യഥാർത്ഥമായി കണ്ടാൽ, കർത്താവിനെ അതിഥിയായി നമ്മുടെ വീട്ടിൽ സ്വീകരിച്ചാൽ ആ വീടിന് രൂപാന്തരം സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകൊണ്ട് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്താണ് അബ്രഹാം ചെയ്തത്? സകലവും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി. അപ്പോൾ സകലതും വിടുവാനുള്ള, ഉപേക്ഷിക്കുവാനുള്ള, പരിത്യജിക്കുവാനുള്ള, യേശുവിനെ പ്രതി ശൂന്യവൽക്കരിക്കപ്പെടുവാനുള്ള ഒരു താല്പര്യമാണ് അവിടെ കാണുന്നത്. കർത്താവിനെ പ്രതി സകലവും വിട്ടുകൊടുക്കുന്ന ഒരു ശിഷ്യനായി മാറുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ പുത്രൻ, ഇവന് രക്ഷയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കും രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അനീതിയിൽ നിന്ന് മോചനം പ്രാപിക്കുക, നീതിയായി സമ്പാദിച്ച് തിരികെ കൊടുക്കുക, ദരിദ്രരോട് സമരസപ്പെടുക. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ യഥാർത്ഥമായി ഒന്ന് കാണുവാനും ഞങ്ങളുടെ വീട്ടിൽ നിന്നെ സ്വീകരിക്കുവാനുള്ള കൃപ തരണമേ. അതാ നഷ്ടപ്പെട്ടു പോയ ആടിൽ ഒരാളായി എന്നെയും അവിടുന്ന് സ്വീകരിക്കണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ആ അന്ധാവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളങ്ങനെ എന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ